ജനാധിപത്യ രാജ്യത്തെ ഇരുണ്ട കാലത്തിന്റെ നടുക്കുന്ന ഓർമ്മകളിലാണ് ഭാരതം. അടിയന്തരാവസ്ഥയ്ക്കെതിരായ പോരാട്ടത്തിന്റെ വീരേതിഹാസ ചരിത്രമാണ് ഓരോ സമരഭടന്മാർക്കും പങ്കുവയ്ക്കാനുള്ളത്. കേരളത്തിലും പ്രകമ്പനം തീർത്ത പോരാട്ട വഴിയിൽ മുന്നിൽ നിന്നും നയിച്ചത് രാഷ്ട്രീയ സ്വയംസേവക സംഘമായിരുന്നു. സപ്തസ്വാതന്ത്ര്യങ്ങളും മൗലികാവകാശങ്ങളും നിരോധിച്ച ആഭ്യന്തര അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടിയതിന്റെ ഓർമ്മകൾ പങ്കുവച്ച് ജനം ടിവിക്കൊപ്പം ചേരുകയാണ് അസോസിയേഷൻ ഓഫ് എമർജൻസി വിക്ടിംസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ മോഹനൻ. ഭാരതത്തിന് കറുത്ത ദിനങ്ങൾ സമ്മാനിച്ച അടിയന്തരാവസ്ഥ, പൗരാവകാശങ്ങളെ മുഴുവൻ ധ്വംസിച്ച അടിയന്തരാവസ്ഥ 1975 ജൂൺ 25 അർദ്ധരാത്രി അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് തൻ്റെ ചൂണ്ടുവിരലിൽ രാജ്യത്തെ ജനങ്ങളെയും ആകെ നിർത്തുക എന്നത് തന്നെയായിരുന്നു. അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു. ലോക് സംഘർഷ സമിതിയും ഒപ്പം തന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘവും എല്ലാം ആ സമരരംഗത്തുണ്ടായിരുന്നു. അന്നത്തെ അടിയന്തരാവസ്ഥ കാലത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് അതിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുക്കാൻ കഴിയുന്ന ഒരാളാണ് അന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഗണ്ട് കാര്യവാഹും ഒപ്പം തന്നെ അസോസിയേഷൻ ഓഫ് എമർജൻസി വിക്ടിംസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ ആർ മോഹനൻ. അദ്ദേഹമാണ് നമ്മളോടൊപ്പമുള്ളത്. എങ്ങനെയാണ് അടിയന്തരാവസ്ഥയെ സംഘം നേരിട്ടത്, മറ്റു സംഘടനകൾ അതിനെ എങ്ങനെയാണ് പ്രതിരോധിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആ സമരരംഗത്തെക്കുറിച്ചെല്ലാം കൃത്യമായി തന്നെ മോഹനേട്ടന് പറയാൻ കഴിയും. മോഹനേട്ട, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അന്ന് മോഹനേട്ടൻ അടക്കമുള്ള ആളുകൾ ഈ ഒരു സമരരംഗത്തുണ്ടായിരുന്ന ആളാണ്. എങ്ങനെയാണ് അടിയന്തരാവസ്ഥയിലേക്ക് രാജ്യം പോയത്? 1975 ജൂൺ മാസം 25-ാം തീയതി അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി നമ്മുടെ രാജ്യത്ത് ഒരു അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ചു. അതിനുണ്ടായ പ്രധാന കാരണം, അന്ന് ഇന്ദിരാഗാന്ധിക്കെതിരായി മത്സരിച്ചിരുന്ന സ്ഥാനാർത്ഥി സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ ശ്രീ രാജ്നാരായണൻ, അദ്ദേഹം ഇന്ദിരാഗാന്ധിക്കെതിരെ ഒരു തെരഞ്ഞെടുപ്പ് ഹർജി കൊടുത്തു. ആ തെരഞ്ഞെടുപ്പ് ഹർജിയിൽ അലഹാബാദ് ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വന്നു. ആ വിധി പ്രകാരം അവരുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കുകയും തുടർന്നുള്ള 6 വർഷത്തേക്ക് അവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൽ നിന്ന് വിലക്കുകയും ചെയ്തു. അപ്പോൾ ഈ സമയത്ത് കോടതി വിധി മാനിക്കുന്നതിന് പകരം തൻ്റെ കസേര ഉറപ്പിച്ചുകൊണ്ട് അവിടെ നിലനിൽക്കണം എന്നുള്ള ഉദ്ദേശത്തു കൂടിയാണ് അവർ രാജ്യത്ത് ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഈ അടിയന്തരാവസ്ഥ ഒപ്പം തന്നെ നമ്മുടെ നാട്ടിൽ 2 പുതിയ കരിനിയമങ്ങൾ അവർ ഉണ്ടാക്കി. ഒന്ന് മിസ എന്നാണ് അതിൻ്റെ പേര്, മെയിൻ്റെനൻസ് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റി ആക്ട് എന്ന് പറയും. രണ്ടാമത്തത് DIR എന്ന് പറഞ്ഞാൽ ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾസ്. ഈ 2 കരിനിയമങ്ങൾ ഉണ്ടാക്കി. അതിൽ മിസ എന്ന് പറയുന്ന നിയമപ്രകാരം നമ്മുടെ നാട്ടിലുള്ള ഒരാളെ അറസ്റ്റ് ചെയ്താൽ, സാധാരണ നമ്മുടെ ക്രിമിനൽ നടപടി പ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനകത്ത് കോടതിയിൽ ഹാജരാക്കണമായിരുന്നു. പക്ഷേ ഈ മിസ പ്രകാരം ആരെ അറസ്റ്റ് ചെയ്താലും വർഷങ്ങളോളം കോടതിയുടെ മുമ്പിൽ ഹാജരാക്കാതെ, മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കാതെ ജയിലിൽ പാർപ്പിക്കാനുള്ള ഒരു അവകാശമാണ് ആ നിയമത്തിലൂടെ അവരുണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഏതായാലും ഈ 2 നിയമങ്ങൾ പാസ്സാക്കിയതിന് ശേഷം അന്ന് രാത്രി തന്നെ, അർദ്ധരാത്രി തന്നെ, നേരം വെളുക്കുന്നതിന് മുമ്പ് രാജ്യത്തെ ദേശീയ നേതാക്കന്മാരെ എല്ലാം, അതായത് ജയപ്രകാശ് നാരായണൻ, മൊറാർജി ദേശായി, അടൽ ബിഹാരി വാജ്പേയി, LK അദ്വാനി തുടങ്ങിയ, ജോർജ് ഫെർണാണ്ടസ് തുടങ്ങിയ എല്ലാ ദേശീയ രാഷ്ട്രീയ നേതാക്കന്മാരെയും കൽത്തുറുങ്കിലടച്ചു. അതോടൊപ്പം തന്നെ രാജ്യത്തെ പത്രമാരണ നിയമം നടപ്പിലാക്കി. ഒരു വാർത്തയും, അതായത് ഗവൺമെൻറ് പറയുന്ന വാർത്തകളല്ലാതെ മറ്റൊരു വാർത്തയും ഈ രാജ്യത്ത് ജനങ്ങൾ അറിയരുത് എന്നുള്ള നിലയ്ക്ക് പത്രമാരണ നിയമം നടപ്പിലാക്കി. എല്ലാ ജനാധിപത്യ അവകാശങ്ങളും എടുത്തു കളഞ്ഞു. അതോടൊപ്പം തന്നെ സംഘടനാ സ്വാതന്ത്ര്യം എടുത്തു കളഞ്ഞു. ഇങ്ങനെ നിലവിൽ പറഞ്ഞാൽ 7 സ്വാതന്ത്ര്യങ്ങളും അന്ന് എടുത്തു കളഞ്ഞുകൊണ്ടാണ് അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയത്. ഇത് പ്രകാരം ഇതിനെതിരെ പ്രതികരിക്കണമെന്നുള്ള നിലയിൽ അന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘവും അതോടൊപ്പം തന്നെ ഇന്നത്തെ BJPയുടെ രൂപമായിട്ടുള്ള ഭാരതീയ ജനസംഘവും മറ്റിതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ചേർന്നിട്ട് ലോക സംഘർഷ സമിതി എന്ന് പറഞ്ഞിട്ടൊരു സമര സംഘടന തന്നെ ഉണ്ടാക്കി. ആ സമര സംഘടനയുടെ നേതൃത്വത്തിലാണ് പിന്നീട് അങ്ങോട്ട് ആ സമരം നടന്നത്. അതുപോലെ തന്നെ ആ സമരത്തെ നേരിട്ടതും വലിയ തോതിൽ തന്നെ അതിക്രൂരമായിട്ടാണ് ഇന്ദിരാഗാന്ധി അതിനെ നേരിട്ടത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ക്രൂരമായ മർദ്ദനങ്ങളാണ് അന്ന് ആ സമരരംഗത്തുണ്ടായിരുന്ന അടിയന്തരാവസ്ഥ വിരുദ്ധ സമര പോരാളികൾക്ക് നേരിടേണ്ടി വന്നത്. പലരും, താങ്കളടക്കം ഏറെ ദിവസങ്ങൾ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അന്ന് സമാനതകളില്ലാത്ത അനുഭവിച്ച ദുരിതങ്ങൾ എങ്ങനെ ഓർത്തെടുക്കാൻ കഴിയുന്നു? എങ്ങനെയാണ് അതിനെ നേരിടാൻ ഭരണകൂടം ശ്രമിച്ചത്? അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ശരിക്കും പറഞ്ഞാൽ CPIയുടെ ശ്രീ C. അച്യുതമേനോനായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി. കോൺഗ്രസിലെ ശ്രീ K. കരുണാകരൻ, സാക്ഷാൽ K. കരുണാകരനായിരുന്നു ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി. അപ്പോൾ K. കരുണാകരൻ ഇന്ദിരാഗാന്ധിയുടെ വളരെ അടുത്ത വിനീത വിധേയൻ എന്നുള്ള നിലയിൽ
അടിയന്തരാവസ്ഥയിൽ പ്രഖ്യാപിച്ച ഉടനെ തന്നെ അദ്ദേഹം തീരുമാനിച്ചത് ഇതോടുകൂടി ഈ അടിയന്തരാവസ്ഥയോടുകൂടി കേരളത്തിലെ RSS പ്രസ്ഥാനത്തെ അവസാനിപ്പിക്കണമെന്നുള്ള നിലയിൽ RSSന്റെ പ്രവർത്തകന്മാരെ എല്ലാം ജയിലറയ്ക്കുള്ളിലാക്കുന്നതിന് വേണ്ടി പോലീസിന് കർശനമായ നിർദ്ദേശം കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൂരമായ മർദ്ദനമുറകളാണ് പോലീസ് അഴിച്ചുവിട്ടത്. ഏതായാലും ലോക സംഘർഷ സമിതി എന്ന് പറഞ്ഞ സംഘടന രൂപീകരിച്ചതിന് ശേഷം ആ സംഘടന കേവലം 5 മാസം കൊണ്ട് ജൂൺ 25-ാം തീയതിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെങ്കിൽ 5 മാസം കൊണ്ട് നവംബർ 14-ാം തീയതി മുതൽ അടുത്ത വർഷം, അതായത് 76 ജനുവരി 14-ാം തീയതി വരെയുള്ള 2 മാസക്കാലം രാജ്യത്താകമാനം ഗാന്ധിയൻ രീതിയിലുള്ള സത്യാഗ്രഹ സമരം നടത്തണം എന്ന് തീരുമാനിച്ചു. ഇത് പ്രകാരം സമരങ്ങൾ നടന്നു. ഏതായാലും തുടക്കത്തിൽ ഈ സംഘടനയുടെ കൂടെ ലോക സംഘർഷ സമിതിയിൽ സംഘടനാ കോൺഗ്രസ്, അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് പാർട്ടി, സർവോദയ സംഘം എന്ന് വേണ്ട നിരവധി സംഘടനകളും പാർട്ടികളും ഒക്കെ ഉണ്ടായെങ്കിലും പോലീസിൻ്റെ ഭാഗത്തുള്ള മൃഗീയമായ ഇടപെടലുകളൊക്കെ വന്നപ്പോൾ ഇവിടുത്തെ വിപ്ലവ പ്രസ്ഥാനങ്ങളായിട്ടുള്ള മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ സമരത്തിൽ പങ്കെടുക്കാതെ അവർ പതുക്കെ ഉള്ളുവലിഞ്ഞു. അതാണെന്നുണ്ടായ ഒരു പ്രധാന സംഭവം. ഇതിനുശേഷം സംഘടനയുടെ തീരുമാനപ്രകാരം RSSും ജനസംഘവുമാണ് ഈ സമരത്തിൽ പങ്കെടുത്തത്. RSSന്റെ സ്വയംസേവകന്മാർ സംഘനിർദ്ദേശപ്രകാരം ഓരോ താലൂക്കുകളിലും എല്ലാ ആഴ്ചയിലും 11 പേരടങ്ങുന്ന ബാച്ചുകൾ സത്യാഗ്രഹം നടത്തുക എന്ന് തീരുമാനിച്ചു. പല സ്ഥലത്തും സത്യാഗ്രഹം നടത്തുന്നതിന് തലേ ദിവസം പോസ്റ്റർ എഴുതി ഒട്ടിച്ചിരുന്നു. അന്ന് പോലീസ് ചീറിപ്പാഞ്ഞ് നടക്കുന്ന സമയമാണ്. RSSകാരെ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തകന്മാരെ കണ്ടാൽ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്കിൽ കൂടി നമ്മുടെ സംഘത്തിൻ്റെ കാര്യകർത്താക്കന്മാർ നാളെ ഇന്ന സ്ഥലത്ത് ഇന്ന സ്പോട്ടിൽ സത്യാഗ്രഹ സമരം ഉണ്ടാവുമെന്ന് തലേ ദിവസം പോസ്റ്റർ എഴുതി കൈകൊണ്ട് എഴുതി ഒട്ടിക്കുന്ന ഒരു സമീപനം വരെ ഉണ്ടായി. ഏതായാലും ആ സമരത്തിൽ പങ്കെടുത്ത ആളുകളെ കേരളത്തിലെ പോലീസ് വളരെ നികൃഷ്ടമായ രീതിയിൽ, നീചമായ രീതിയിലുള്ള മർദ്ദനമുറകളാണ് അഴിച്ചുവിട്ടത്. അങ്ങനെ അതിൽ ഏറ്റവും കൂടുതൽ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്ന 3-4 പേരുകൾ പറയുകയാണെങ്കിൽ ശ്രീ വൈക്കം ഗോപകുമാർ, അതോടൊപ്പം തന്നെ ശ്രീ MI സുകുമാരൻ, അതുപോലെ തന്നെ അത്തോളി ശിവദാസ്, പിന്നെ നമ്മുടെ തൃശ്ശൂരിലുള്ള ശ്രീ AP ഭരത് കുമാർ, MK ധർമ്മരാജൻ, അങ്ങനെ നിരവധി ആളുകൾ. ഞാൻ 3-4 പേര് 5 പേരുടെ പേര് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. വളരെ മൃഗീയമായ പോലീസ് ക്രൂരമായ മർദ്ദനമുറകളാണ് പോലീസ് അന്ന് ഈ സമരസേനാനികളോട് സ്വീകരിച്ചത്. അത്തരത്തിൽ ഒരു മർദ്ദനമേറ്റ ആളുകൂടിയാണ് മോനേട്ടൻ. അപ്പം മോനേട്ടനും ഒരു അനുഭവം, കാരണം അന്ന് ഉണ്ടായിട്ടുണ്ട്, ജയിൽവാസം അനുഭവിച്ചു, മർദ്ദനമേറ്റു. അതുകൂടി എങ്ങനെയായിരുന്നു എന്ന് എൻ്റെ ബാച്ച് ഇവിടെ ആലുവയിലാണ് സത്യാഗ്രഹ സമരം നടത്തിയത്. ഞങ്ങൾ ആലുവ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ മുൻപിൽ തീരുമാനിച്ച പ്രകാരം ഞങ്ങൾ 11 പേര് മുദ്രാവാക്യം വിളിക്കുകയും അതായത് അടിയന്തരാവസ്ഥ പിൻവലിക്കുക, ജനാധിപത്യം പുനഃസ്ഥാപിക്കുക, മഹാത്മാഗാന്ധി കി ജയ് എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഞങ്ങളൊരു ലഘുലേഖ വിതരണം ചെയ്യുന്നൊരു നടപടി ഉണ്ടായി. അതുമാത്രമല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും ഗാന്ധിജിയുടെ പടമുള്ള ഒരു ബാഡ്ജ് ഞങ്ങൾ ധരിച്ചിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പ്രകടനം ഏറെക്കുറെ ഒരു 7 മിനിറ്റ് പിന്നിട്ടപ്പോഴത്തേക്കും പോലീസ് വന്നു. 2 ഭാഗത്തു നിന്നും പോലീസ് വന്നു. ഞങ്ങളെ അവിടെ വെച്ച് തന്നെ പിടിച്ച്, അവിടെ വെച്ച് ഏതായാലും ഞങ്ങളെ അടിച്ചില്ല, മറ്റു ബാച്ചുകളെയൊക്കെ സ്പോട്ടിൽ വെച്ച് അടിച്ചു. ഞങ്ങളെ KSRTCയുടെ മുമ്പിൽ, KSRTC ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ നിന്ന് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കൊണ്ടുപോയി എല്ലാവരെയും ക്രൂരമായിട്ട് മർദ്ദിച്ചു. അതിൽ ഏറ്റവും കുറച്ച് മർദ്ദനമേറ്റ ആൾ ഞാനാണ്. കാരണം ഞാൻ ആ ബാച്ചിൻ്റെ ലീഡറായിരുന്നു. ലീഡർ എന്നുള്ള നിലയിൽ എന്നെ മർദ്ദിച്ചത് CI മർദ്ദിച്ച ആളെന്നുള്ള നിലയ്ക്ക് മറ്റു പോലീസുകാർ അതിനകത്ത് ഇടപെട്ടില്ല. പക്ഷേ ബാക്കി ആളുകളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൂടെ വന്ന മറ്റ് സമരസേനാനികൾക്ക് വളരെ മൃഗീയമായ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നു. ഇപ്പോൾ ഈ ഒരു അന്ന് മർദ്ദനമേറ്റ ആളുകളുടെ പലരും ഏറെക്കാലം രോഗശയ്യയിലായിരുന്നു. ഇപ്പോഴും അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളുണ്ട്. എങ്ങനെയാണ് ഈ എമർജൻസി വിക്ടിംസ് അവരുടെ ഒരു ഇന്നത്തെ സാഹചര്യം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമരത്തിൽ, ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ ഭാവിയിൽ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ അംഗീകാരം കിട്ടുമെന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ താമ്രപത്രം കിട്ടുമോ മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുമെന്ന് വിചാരിച്ച് ഈ സമരത്തിൽ പങ്കെടുത്തവരല്ല. മറിച്ച് ഈ സമരസേനാനികളെ സംബന്ധിച്ച് അന്നത്തെ ക്രൂരമായ പോലീസിൻ്റെ മർദ്ദനങ്ങളെ ഏൽക്കുകയും അതോടൊപ്പം തന്നെ അതിനുശേഷം പലരുടെയും ജീവിതം വഴിമാറിപ്പോയി. അന്നത്തെ പോലീസ് മർദ്ദനത്തിൻ്റെ ഫലമായി ഏതാണ്ട് 60 വയസ്സ് പിന്നിട്ടപ്പോഴാണ് ഈ ആളുകൾക്കൊക്കെ ശാരീരികമായ ഒരുപാട് അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് 2015 ഞങ്ങൾ ഈ ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ടൊരു കൂട്ടായ്മ ഉണ്ടാക്കിയത്. ആ കൂട്ടായ്മയുടെ പേരാണ് അസോസിയേഷൻ ഓഫ് ദ എമർജൻസി വിക്ടിംസ് എന്ന്. ഈ സംഘടന രൂപീകരിച്ചതിന് ശേഷം ആ സമയത്ത് ഞങ്ങൾ 2015 സംഘടന രൂപീകരിക്കുന്ന സമയത്ത് ശ്രീ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നിരുന്നു. ആ സമയത്ത് കേന്ദ്ര ഗവൺമെൻറ്റിനും അതുപോലെ മറ്റ് മന്ത്രിമാർക്കുമൊക്കെ ഞങ്ങൾ നിവേദനം കൊടുക്കുകയും അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കാര്യത്തിൽ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ഈ കാര്യത്തിലൊരു നടപടി ഉണ്ടാകും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം
ഈ സമരത്തിൽ പങ്കെടുത്ത ആളുകളെ സംബന്ധിച്ച് ഇന്ന് എല്ലാവരും 70 വയസ്സ് പിന്നിട്ടു. ഒരുപാട് പേര് കിടപ്പ് രോഗികളാണ്. ഈ കിടപ്പ് രോഗികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന്, അതായത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഒരു സേവാ ട്രസ്റ്റ് കേരളത്തിലെ 150ഓളം കിടപ്പ് രോഗികൾക്ക് പ്രതിമാസ സഹായം കൊടുക്കുന്നുണ്ട്. ഇതുകൂടാതെ ഞങ്ങൾ സംഘടന നേരിട്ട് ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ ചാരിറ്റബിൾ ട്രസ്റ്റുകൾ, അതുപോലെ തന്നെ വ്യക്തികൾ, ഈ ആളുകളൊക്കെ, അതായത് ഇപ്പോൾ നിലവിൽ കണക്ക് അനുസരിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് 330 പേർക്ക് പ്രതിമാസ ചികിത്സാ സഹായം സംഘടിപ്പിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഇത് ചെയ്യുമ്പോൾ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഭാരതത്തിലെ 10 സംസ്ഥാനങ്ങളിൽ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് തുടങ്ങിയ 10 സംസ്ഥാനങ്ങളിലെ സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഈ സമരസേനാനികൾക്ക് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും കൊടുക്കുന്നുണ്ട്. രണ്ടാം സ്വാതന്ത്ര്യ സമരമായിട്ട് പ്രഖ്യാപിക്കണമെന്നും ഇതിൽ പങ്കെടുത്ത ആളുകൾക്ക് ചികിത്സാ സഹായം നൽകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ ഗവൺമെൻറ്റിനെ പല പ്രാവശ്യം സമീപിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഇതുവരെ തീരുമാനമുണ്ടായിട്ടില്ല. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളുടെ സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അന്നത്തെ കാര്യത്തിലേക്ക് വീണ്ടും നമ്മൾ വരികയാണെങ്കിൽ, ഈ അടിയന്തരാവസ്ഥ സമയത്ത് ഇടതുപക്ഷം അന്ന് ഇതിൽ നിന്ന് പൂർണ്ണമായും തന്നെ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടു നിൽക്കുകയായിരുന്നു. ഇതിൻ്റെ ഭാഗമാക്കാതെ, അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ശക്തമായി അതിനെ അടിച്ചമർത്തുന്ന ഘട്ടത്തിൽ അതിനെ ഒന്നും പ്രതിരോധിക്കാൻ കഴിയാതെ മാറി നിൽക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അത്തരത്തിൽ എങ്ങനെയാണ് അവർ ഈ സമരത്തെ ഒറ്റുന്ന രീതിയിലേക്ക് മാറിയിട്ടുള്ളത്? അത് എടുത്തു പറയുകയാണെങ്കിൽ, അന്ന് ശരിക്കും പറഞ്ഞാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടനെ തന്നെ EMS, AKG മുതലായ നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്തിരുന്നു. അന്നത്തെ നേതാക്കന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്തിരുന്നു. അവരൊക്കെ ഏതാണ്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവരൊക്കെ ജയിൽ മോചിതരായി. അതെങ്ങനെയാണ്, അതിനെക്കുറിച്ച് ചില വിവാദങ്ങളൊക്കെ ഉണ്ട്, മാപ്പെഴുതി കൊടുത്ത് പോകുന്നതാണെന്നും പറഞ്ഞ്. ഏതായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അല്ലെങ്കിൽ ഇടതുപക്ഷമാണെന്നുള്ള നിലയ്ക്ക് ജനസംഘത്തിന് അന്ന് കേരളത്തിലെ ഇതിൻ്റെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചിരുന്നത് സർവോദയ നേതാവായിട്ടുള്ള ശ്രീ MP മന്മഥനായിരുന്നു. ഇതിൻ്റെ ജനറൽ കൺവീനർ എന്നുള്ള നിലയ്ക്ക് ഈ സംസ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്ന ശ്രീ K രാമൻപിള്ളയാണ്. അപ്പോൾ K രാമൻപിള്ളയും ഭാരതീയ ജനസംഘത്തിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയും കൂടെ ശ്രീ EMSനെ കാണാൻ പോയി. അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിനോട്, നിങ്ങൾ ഈ സമരം ഏറ്റെടുക്കണം, ഞങ്ങളുടെ ആളുകൾ സമരം ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനോട്, പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഇത് ഏറ്റെടുക്കണമെന്ന് അദ്ദേഹത്തിനോട് അഭ്യർത്ഥിച്ച. അപ്പോൾ അദ്ദേഹം ആ കാര്യത്തിൽ പറഞ്ഞൊരു മറുപടി, ഞങ്ങൾ ഈ സമരത്തിലില്ല, മറിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോടൊപ്പം തന്നെ ബോണസ് 4% വെട്ടിക്കുറച്ചു, ബോണസിനെതിരായിട്ടുള്ള സമരത്തിൽ മാത്രമേ ഞങ്ങളുള്ളൂ എന്ന് പറഞ്ഞ് അവർ ഈ സമരത്തിൽ നിന്ന് പിന്മാറി. അവർ ഈ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കുകയോ ഇതുമായി പിന്നീട് സഹകരിക്കുകയോ ചെയ്തിട്ടില്ല. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ 77, അതായത് 1977 മാർച്ച് മാസം 21-ാം തീയതി ശ്രീമതി ഇന്ദിരാഗാന്ധി തന്നെ സമരങ്ങളും പ്രക്ഷോഭണങ്ങളും ഒക്കെ കൊണ്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ശ്രീ മൊറാർജി ദേശായി പ്രധാനമന്ത്രി ആയിക്കൊണ്ടും അടൽ ബിഹാരി വാജ്പേയിയും അതുപോലെ തന്നെ LK അദ്വാനിയൊക്കെ മന്ത്രിമാരായിക്കൊണ്ട് പുതിയ മന്ത്രിസഭ വന്നു. ആ സമയത്തുണ്ടായ പ്രത്യേകത, കേരളത്തിൽ മാത്രമാണ് 20 MP-മാരെയും കോൺഗ്രസിന് ജയിപ്പിക്കാൻ സാധിച്ചത്. അതിൻ്റെ പ്രത്യേകത, ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയായിരുന്നിട്ടുള്ള CPM ഈ സമരത്തിൽ മാറി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു അത്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് അമ്പെ പരാജയപ്പെട്ടപ്പോൾ കേരളത്തിൽ അവർ ഈ സമരത്തിൽ നിന്നും പിന്മാറിയതുകൊണ്ട് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ രാഷ്ട്രീയമായ നഷ്ടം പോലും ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. ഇത്തരത്തിൽ സമരരംഗത്ത് നിന്ന്, അല്ലെങ്കിൽ അതിനെ ഒറ്റിക്കൊടുക്കാൻ പോലും ഒരു വിഭാഗം തയ്യാറായപ്പോഴും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തകർ അവരുടെ ജീവൻ ത്യജിക്കാൻ തയ്യാറായി പോലും അടിയന്തരാവസ്ഥക്കെതിരെ കടുത്ത പോരാട്ടമായിരുന്നു നടത്തിയത്. ആ പോരാട്ടത്തിന്റെ വിജയം കൂടിയാണ് ഒടുവിൽ ഇന്ദിരാഗാന്ധിക്ക് അടിയന്തരാവസ്ഥ പിൻവലിക്കേണ്ടി വന്നത്. അതിന്റെ ദുരിതങ്ങൾ പേറി തന്നെയാണ് അടിയന്തരാവസ്ഥയുടെ സമര പോരാളികൾ ഇന്നും കഴിയുകയും ചെയ്യുന്നത്. അത്തരം കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ക്യാമറാമാൻ മനു കൃഷ്ണയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.